ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഒട്ടും കഴിപ്പില്ല. പാവയ്ക്കാന്ന് അറിയ പോലും ഇല്ല. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന കറിയാ കേട്ടോ. അതുപോലെ ചെമ്പേറി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. പുളി ഒത്തിരി ആയാൽ കൊള്ളൂല, കുറച്ച് പുളിയേ പാടുള്ളൂ. പിന്നെ ഉണ്ടോ, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഉച്ചത്തേക്ക് വെക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ചേമ്പ് കറിയാണ്. ചീമച്ചേമ്പെന്ന് പറയും. പിന്നെ ഒരു ക്യാരറ്റും പിന്നെ ഒരു പാവയ്ക്കുണ്ട്. അത് രണ്ടും കൂടെയുള്ള തോരനാണ്. അപ്പോൾ അത് നോയമ്പാലൊക്കെ വരുമല്ലോ, നോയമ്പാലത്തേക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങി. അപ്പോൾ നോൺ വെജ് ഒന്നും കൂട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കറികളാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നേരത്തെ ചിരണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു കളർ വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ക്ലീനാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി ചെറിയ കഷ്ണമായിട്ടൊന്നും മുറിക്കേണ്ട, നമുക്ക് കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിക്കാം. എന്താണെന്ന് വെച്ചാൽ ചേമ്പല്ലേ, പെട്ടെന്ന് വേവണ സാധനം. പിന്നെ ഈ ചേമ്പ് മുറിക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ, ചില ആൾക്കാർക്കൊക്കെ ചൊറിയും. ചേമ്പ് ചേന ഈ സാധനങ്ങളൊക്കെ മുറിക്കുമ്പോൾ ചൊറിയും. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൈ പറ്റിയിട്ട് മുറിക്കാവുള്ളൂ കേട്ടോ. നല്ല നൂറുള്ള ചേമ്പ ഇപ്പം പറിച്ചേ ഉള്ളൂ. അപ്പം പറിച്ച ചേമ്പ, അപ്പം അത് കാരണം കൊണ്ട് പെട്ടെന്ന് വേവും. നമുക്ക് ഇനി ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ടൊന്ന് വേവിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കൈ ചൊറിയുന്നുള്ള കുട്ടികൾക്കുള്ള ആൾക്കാർക്കൊക്കെ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ കോരി എടുക്കുകയും ചെയ്യാം. അപ്പോൾ കൈ ചൊറിയില്ല. ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചേമ്പായാലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. അത് ഇരിക്കും തോറും കുറുകി വരണം. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള മുറിച്ചിട്ടാൽ മതി. 2-3 മതി, ഇത് കൂടുതലുണ്ട്. ഇത് നമുക്ക് അടച്ചിട്ടൊരു 2 വിസിൽ വരുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ കുറച്ച് 2 ചേമ്പല് എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് അരപ്പ് മതി. ഞാൻ കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 2 പേർക്ക് കഴിക്കാനുള്ള കറിയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ചേമ്പിന് ഒത്തിരി തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. കാരണം ചേമ്പ് തന്നെ ഒരു കുറുകണ സാധനമാണ്. അപ്പോൾ തേങ്ങ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഞാനൊരു 3-4 ചുമന്നുള്ളി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇപ്പം നമുക്ക് 2 തണ്ട് കരിയാപ്പിലയും കൂടെ ഇടാം. 2 തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. കണ്ട, ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
ഞാൻ ഈ ചേമ്പൂടെ വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നോക്കി പാവയ്ക്കയും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കാം. ഇങ്ങനെയാന്ന് നോക്കാം. ഈ പാവയ്ക്കയുടെ മുകളിൽ മുള്ളു പോലെ ഇരിക്കുന്ന സാധനമില്ലേ, ഇത് നമ്മൾ കുറേ ചരണ്ടിക്കളയണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിഷമൊക്കെ അടിച്ച് ഒത്തിരി വിഷാംശം ഉണ്ടാവും. ഞാൻ സ്ക്രബ്ബർ വെച്ചൊക്കെ കഴുകിയില്ല, എന്നാലും അതുകൊണ്ട് നമുക്കിത് കുറച്ച് ചരണ്ടിക്കളയാം. ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വന്ന പച്ചക്കറി പാവയ്ക്കയാണ്. അപ്പോൾ പാവയ്ക്ക എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചാൽ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. എന്നാ അപ്പോൾ പുറത്തെ മുള്ളു മാത്രം ഒന്ന് ചരണ്ടിക്കളയും. ഇപ്പോൾ നമ്മുടെ കുക്കറിന് 2 വിസിൽ വന്നു. നമുക്ക് കുക്കർ ഓഫാക്കാം. 2 വിസിൽ മതി, ചേമ്പ് വെന്തോളൂ. കഷ്ണമായിട്ടിട്ടല്ലേ, അതുകൊണ്ട്. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ പാവയ്ക്കയും ചപ്പാത്തിയുടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ മധുരവും പാവയ്ക്കയുടെ കയ്പും കൊണ്ട് ചെല്ലുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. പലരും വിചാരിക്കും കയ്പല്ല. ആ കയ്പും പിന്നെ മറ്റേ ചപ്പാത്തിക്ക് ഒരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഈ ക്യാരറ്റ് കണ്ടോ, തീരെ കനം കുറച്ച് കഴിയണം, ഇതിനേലും കഴിയണം കേട്ടോ. നല്ല പാവയ്ക്കയുടെ ഒപ്പം വേവുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഏറ്റവും വലിയ ഓട്ടയുള്ളതിനകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും പാവയ്ക്കയും ക്യാരറ്റും ഇങ്ങനെ കിട്ടും. ചെറുതായിട്ട് അറിയാത്ത കുട്ടികളൊന്നും വിഷമിക്കണ്ട. പിന്നെ എല്ലാവരും പാവയ്ക്ക ഉപ്പിലൊക്കെ ഇട്ട് പിഴിഞ്ഞൊക്കെ കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങല്ലാണ്ട് തന്നെയാണ് ഉപയോഗിക്കണേ. കയ്പുണ്ടാവില്ല, ക്യാരറ്റ് ഇടാനും കയ്പ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 2 കാന്താരിമുളകും കൂടി അരിഞ്ഞിടണ്ട് കേട്ടോ. എരിവിനുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഗ്രീനോ ഓറഞ്ചോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ, അതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഇടാം. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ പാത്രം നോക്കി വെക്കാട്ടോ. നോക്കാം.
ഇപ്പം എന്താ കളർഫുൾ ആയില്ലേ. അപ്പം നമ്മളിത് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ അതിന് ഇതിലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാരറ്റും പാവയ്ക്കയും കൂടെ ഒലത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടാം. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളി, കരിയാപ്പില, ചുവന്നുള്ളി ഇതെല്ലാം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചേമ്പ് എന്തോന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണേ അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ച തേങ്ങയും ചുവന്നുള്ളിയും ഒരു തണ്ട് കരിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ കേട്ടോ. നമുക്ക് ഈ അരപ്പ് കഴുകി കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ചേമ്പായ കാരണം നന്നായിട്ട് വെള്ളം വേണം കേട്ടോ. ചേമ്പ് ഇരിക്കും തോറും കുറി വന്നൊരു ഇതാണ് അതിന് വേണ്ടത്. അപ്പോൾ കണ്ടോ, ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഈ ചേമ്പ്, ചേന ഇതൊക്കെ കറി വയ്ക്കുമ്പോൾ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കുടംപുളി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. കുതിർത്തി വെച്ചേക്കണതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഏത് വേണേലും ചേർക്കാം. ചെറിയ അളവിൽ ചെറിയൊരു പുളിയേ വരുള്ളൂ, ഒത്തിരി പുളി വരാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുളിയുടെ അളവ് നോക്കിയിട്ട് ചെറിയ പുളി വരാളൂ, ഒത്തിരി പുളി വരാൻ പാടില്ല. ഇപ്പം ഞാനത് മുഴുവനായിട്ട് ഇടുന്നുണ്ട്. ഇപ്പം നമുക്കിനി ഇതൊന്ന് തീ കത്തിച്ച് തിളപ്പിക്കാം. തിളച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ചേമ്പ് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ ചേമ്പ് ഇങ്ങനെ കുറിയ സാധനമാണ്, ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു മിനിറ്റ് ഒന്ന് തിളക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ആ പുളിയൊക്കെ ഒന്ന് ചേമ്പയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. നമുക്കിനി ഇത് വാങ്ങി വെക്കാവുന്നേ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി,
പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് ഉണക്കമുളക്. നമുക്ക് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ചേമ്പ് രണ്ടെണ്ണം ഇതേ ഉള്ളൂ. ചേമ്പ് എന്തുമ്പോൾ എപ്പോഴും കയ്യിൽ വെളിച്ചെണ്ണ വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. ചേന ചേമ്പൊക്കെ ചെത്തുമ്പോൾ ചൊറിച്ചിലുണ്ടായിരിക്കും. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വെട്ടിയിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ പുളി ആവശ്യത്തിനായി തോന്നിക്കഴിയുമ്പോൾ നമുക്ക് കുടംപുളി നമ്മൾ മുഴുവൻ തന്നെ ഇട്ടാക്കണേ, അതെടുത്ത് മാറ്റാം കേട്ടോ. കൂടുതൽ ഒത്തിരി പുളിയായാൽ കൊള്ളില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ പുളിയങ്ങ് എടുത്ത് മാറ്റി ആ പാകത്തിന് പുളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കറിയിലേക്കിടാം. കറിയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. എന്നുവെച്ചാൽ ആ മണമെല്ലാം എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. 1 മിനിറ്റ് മസാലയുടെ മണവും രുചിയൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇത് കുറുകി കഴിഞ്ഞു. ഇനി ഇത് ഇരിക്കും തോറും കുറുകി വരും. വേണ്ട, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇപ്പം ഇതിന് ആവശ്യത്തിന് പുളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മുഴുവന് പുളി എടുത്ത് മാറ്റും കേട്ടോ. ആവശ്യത്തിന് കറിക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയായി കഴിഞ്ഞാൽ മാറ്റിക്കളണം. അപ്പം നമുക്ക് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോണത് നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതേ കണ്ടോ. ഇത് നമുക്കൊന്ന് കറി വയ്ക്കാം കേട്ടോ. കടുക് ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക്, കരിയാപ്പില നമ്മൾ ചതച്ചിട്ടുണ്ട്, എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചൊക്കെ ഇട്ടു. ഇനി നമ്മുടെ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കരിയാപ്പിലയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോയമ്പുകാലത്ത് കറി വയ്ക്കാൻ എന്താണെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് വരാൻ പോവുക. ഇപ്പോൾ മണ്ഡലകാലമായി കാരണം എല്ലാവരും മിക്കവാറും വീടുകളിലൊക്കെ നോയമ്പാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതുണ്ടാക്കാൻ പറ്റുന്ന നല്ല കറിയാണ്. പിന്നെ ചേമ്പൊക്കെ കറി വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തുവിടാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണേ വെജിറ്റബിൾ ഇടാം. ഇതിനകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടതാണ്, നമ്മളെല്ലാം ഇട്ടതാണ്. അപ്പോൾ ഇനിയൊന്നും ഇതിനകത്ത് ചേർക്കാനില്ല. നമുക്ക് കൈകൊണ്ട് ഒരു ശകലം വെള്ളം തെളിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇത് ശരിക്കും ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും വെള്ളം മതി. തീ ഏറ്റവും കുറച്ചിട്ട് സിമ്മിലിട്ട് ആവിയിലാണ് ഇത് ശരിക്കും വേവിക്കേണ്ടത് കേട്ടോ. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതെ. നമ്മളിത് ആവിയിലല്ലേ വേവിക്കണം, വെള്ളം ഒട്ടും ഇല്ലാതെ. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും വെന്തോളും. അപ്പോൾ നമ്മുടെ കറി ഉണ്ടോ, അതെ പാവയ്ക്കക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി വെള്ളമൊന്നും ഇല്ലാതെ വേണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെ പാവയ്ക്കൊക്കെ കണ്ടോ, അതെ നന്നായിട്ട് വെന്തു.
അത് ഞാൻ ആവിയിലാണ് വേവിച്ചെടുത്തത്, വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടായി. പിന്നെ പാവയ്ക്കയുടെ കയ്പും കുറയും അന്നേരം. നമ്മളിന്ന് ഉച്ചത്തെ ചോറിന് വേണ്ടി ഉണ്ടാക്കിയ 2 കറിയും റെഡിയായി കഴിഞ്ഞു. ഒന്ന് നമ്മുടെ പാവയ്ക്കാത്തോരനും പിന്നെ നമ്മൾ വെച്ച ഇത് കണ്ടോ ചേമ്പ് കറി. ഇത് രണ്ടും നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കറി ഇപ്പം തന്നെ കണ്ടോ നന്നായിട്ട് കുറി വന്നു. ഞാൻ പുളി ഓൾറെഡി എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് ആവശ്യത്തിന് പുളിയായിപ്പം എടുത്തു കളഞ്ഞു. ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പുളി നമ്മൾ ആവശ്യത്തിനായി കഴിയുമ്പോൾ എടുത്തു കളയണം കേട്ടോ. പിന്നെ ഇതിന് ഒത്തിരി പുളി ആവാതെ ശ്രദ്ധിക്കണം. അപ്പം നമുക്കിത് 2 മുളകും 2-3 കരിയാപ്പിലൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കുക, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. 2-3 കരിയാപ്പില ഇട്ടാൽ മതി, ഒത്തിരി ഉണ്ട്. നമ്മൾ ഓൾറെഡി കരിയാപ്പിലൊക്കെ ഇട്ടതല്ലേ. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഒട്ടും കഴിപ്പില്ല, പാവയ്ക്കാന്ന് അറിയ പോലും കൂടെ ഇല്ല. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന കറിയാട്ടോ. അതുപോലെ ചേമ്പുകറി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. പുളി ഒത്തിരി ആയാൽ കൊള്ളൂല, കുറച്ച് പുളിയേ പാടുള്ളൂ. പിന്നെ ഉണ്ടോ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.